നെയ്യൂറുന്ന സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. ചൂട് ചോറിനൊപ്പം ഈ പരിപ്പ് കറിയും നെയ്യും ചേർത്ത് ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പരിപ്പ് കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുവരെ കണ്ണൂരിലെ ഏത് സദ്യക്കും ഇങ്ങനെ ഒരു പരിപ്പ് കറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഇത് കൊല്ലം സ്റ്റൈൽ പരിപ്പ് കറിയാണേ. പരിപ്പ് കറി ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 150 ഗ്രാം പരിപ്പുണ്ടാകും. ഇത് ചെറുപയർ പരിപ്പാണേ. ചെറുപയർ പരിപ്പ് നല്ല ചുമക്കെ വറുത്ത് കോരണേ. അതിൻ്റെ പച്ചമണം നല്ലവണ്ണം മാറിക്കിട്ടണം. ഇത് മിക്സിയിൽ പൊടിച്ചാൽ നന്നേ പൊടിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേപ്പറോ അല്ല അമ്മിക്കല്ലിലോ തരിതരിപ്പായി പൊടിച്ചെടുക്കണേ. അധികം പൊടിയാൻ പാടില്ല. ചെറുപയർ നേരെ 2 പിളർപ്പായി കിട്ടിയാൽ മാത്രം മതിയേ. അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അധികം പൊടിയാതെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതാദ്യമായി കഴിച്ചത് ഒരു കൊല്ലത്തുള്ള ഫാമിലിയുടെ വീട്ടിൽ നിന്നാണ്. അവർ നമ്മളെപ്പോലെ എല്ലാ കറികളും ഒന്നിച്ച് ചോറിൽ കുഴച്ചിട്ടല്ല അവർ കഴിക്കുന്നത്. ആദ്യം നമുക്ക് തന്നത് കുറച്ച് ചോറും ഇതേപോലത്തെ ഒരു പരിപ്പ് കറിയുമാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നേ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളിത് കഴിച്ചത്. എന്നാൽ നാവിൽ നിന്നും ആ രുചി ഇന്നും മാറിയിട്ടില്ല. എന്നും ഇതുണ്ടാക്കണമെന്ന് കരുതും. 2-3 തവണ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷെ ആ ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം അതിൽ ചേർത്തേണ്ട കാര്യമായ ഒരു സാധനം നമ്മൾ അതിൽ ചേർത്തിട്ടില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് അതിൻ്റെ രഹസ്യം മനസ്സിലായത്. ഇനി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണേ. നമ്മൾ എങ്ങനെയാണ് ആ കറി ഉണ്ടാക്കിയതും അതേ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്നും കാണിച്ചു തരാം. എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ നന്നായി വറുത്തെടുത്ത ചെറുപയർ പൊടിച്ചു ഒരു കുക്കറിലേക്ക് ഇട്ടു. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലവണ്ണം വെന്ത് വരട്ടെ. ഒരു 3-4 തവണ വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെക്കണേ. അപ്പോഴേക്കും നല്ലവണ്ണം പയർ വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയും 2-3 വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ 2 പച്ചമുളക് മതിയേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണേ. ഇത് എന്തായാലും ഈ പരിപ്പ് കറിക്ക് വേണ്ടതാണ്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിൽ നല്ല ജീരകം പൊടിക്കാത്തത് ഇല്ലാത്തത് കൊണ്ടാണ് പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ നല്ല ജീരകം ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ. പരിപ്പൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ലതുപോലെ അത് ഉടച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അതിന് ശേഷം അരച്ച് വെച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി അരച്ച് വെച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീർച്ചയായും ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കി നോക്കണേ. തേങ്ങയുടെ മിക്സൊക്കെ ചേർത്തതിന് ശേഷം അത് കഴുകിയ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഈ കറി വല്ലാതെ കുറുകാനും പാടില്ല, എന്നാൽ വളരെ നേർത്തതാകാനും പാടില്ല. ചട്ടിയിലാക്കിയ പരിപ്പ് വീണ്ടും നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. പരിപ്പ് വേവും തോറും രുചി കൂടുതലാണ് ഉണ്ടാവുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. പരിപ്പൊക്കെ നല്ലവണ്ണം കുറുകി വരട്ടെ. പിന്നെ നമ്മൾ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തത് 2 സ്പൂൺ നെയ്യാണേ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ പരിപ്പ് കറിയുടെ രുചി. സാധാരണ ഒരു പരിപ്പ് കറിയല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ പറഞ്ഞല്ലോ, കൊല്ലത്തുള്ളൊരു വീട്ടിൽ പോയപ്പോൾ നമുക്ക് സദ്യക്ക് ആദ്യം വിളമ്പിയത് ചോറും ഇതേപോലെയുള്ള ഒരു പരിപ്പ് കറിയുമാണ്. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് കുറച്ച് ചോറിട്ട് അതിൻ്റെ കൂടെ സാമ്പാർ ഒഴിച്ച് തന്നു. അത് കഴിഞ്ഞപ്പോൾ അവരുണ്ടാക്കിയ ഓരോ കറിയും വെവ്വേറെ ചോറുമാണ് തന്നത്. നമ്മളെപ്പോലെ ഒന്നിച്ച് സദ്യ കുഴച്ചല്ല അവർ കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഓരോ നാട്ടിൽ ഓരോരു രീതിയായിരിക്കും. ഇനി ഈ ഓണത്തിന് നിങ്ങൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എപ്പോഴും കൂട്ടുകറിയും പച്ചടിയും അതല്ലേ നമ്മൾ കഴിക്കുന്നത്. ഈ ഓണത്തിന് എന്തായാലും ഇതായിരിക്കും താരം. പരിപ്പും നെയ്യും ഒക്കെ നല്ലവണ്ണം വെന്ത് കുറുകി വരട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
എന്നാലൊരു കാണാനൊക്കെ ഒരു ലുക്ക് വേണമല്ലോ. അതിനായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ചുകൂടി പശു നെയ്യ് കൂടി ചേർത്ത് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ നല്ലവണ്ണം താളിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ സ്പെഷ്യൽ പരിപ്പ് കറി? സൂപ്പറല്ലേ? നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കി എനിക്ക് കമൻറ്റ് ചെയ്യണേ. നമ്മളെ ഇന്നത്തെ ഈ പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് കറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.